ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്കിന്ന് ഒരു കാർഡ് കൊണ്ട് ഞാൻ ഒരു റീഡിങ് നോക്കാം എന്നാണ് കരുതിയത്. പക്ഷേ നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഈ സർവ്വതം നഷ്ടപ്പെട്ടു പോയിട്ട് വളരെ നിരാശയിലിരിക്കുന്ന ആ ഒരു വ്യക്തി, സർവ്വതം നഷ്ടപ്പെട്ടു പോയി, ഇവിടെ സാമ്പത്തികമായിട്ട് വളരെ ദയനീയമായ അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ എങ്ങനെയോ പിന്നെ ഇപ്പോൾ പരിതസ്ഥിതി ഒന്നുമില്ലാത്ത അവസ്ഥയാണ്, ദാരിദ്ര്യ അവസ്ഥയാണ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതെന്താണ് കാരണമെന്ന് ഞാൻ ക്ലാരിറ്റി ചോദിച്ചപ്പോൾ ഡബിളാണ് കിട്ടിയത്. അപ്പോൾ ഈ ഡബിൾ എനർജി കൊണ്ട് നിങ്ങളെ മനഃപൂർവ്വം ആരോ ഈ രീതിയിലാക്കി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാർഡ് കൊണ്ട്. എന്നാൽ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു. എങ്ങനെ? ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്ഞിയെ പോലെ സാമ്പത്തികമായ ഉന്നതി നേടി വളരെ സന്തോഷകരമായി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. എന്നാൽ ഇവിടെ ഡബിൾ എനർജിയുടെ ആ ഒരു പ്രഭാവം അവിടെ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മളിത് ഇപ്പോൾ വന്നിരിക്കുന്നത് ആദ്യത്തെയും അവസാനത്തെയും കാർഡ് പെൻറ്റക്കിൾസ് ആയതുകൊണ്ട് നമ്മളിവിടെ സാമ്പത്തികത്തെക്കുറിച്ച് പറയുന്നു. അല്ലായിരുന്നുവെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയാമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ 2 കാർഡും കിട്ടിയത് കൊണ്ട് കാരണവും പറയുന്നു. ഇത്രയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ എനർജിയെ നിങ്ങൾ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഡബിൾ എനർജി വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, മാനസിക പിരിമുറുക്കം, പിന്നെ മെൻ്റലി പ്രോബ്ലംസ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വരാനുണ്ട്. നമുക്ക് കാരണം നമ്മുടെ കയ്യിലുള്ള സർവ്വം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമുക്ക് മൈൻഡൊക്കെ പിന്നെ മാറിപ്പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സംഭവിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഡബിൾ എനർജി റിമൂവ് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഈ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമുക്കിന്ന് സന്ദേശം കാർഡ് തന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.